खोलो अंदर से, उन्हें अंदर। क्या रे? അത് പിന്നെ गाड़ी में दारू, फाइन लगेगा। चलो अपनी सीट पर, चलो यहाँ से। അനിയ എന്തിനാ തലയും വെളിയിലിട്ടൊന്ന് മഴ നനഞ്ഞോണ്ടിരിക്കുന്നേ? ഏയ്, മഴ പ്രകൃതി കനിഞ്ഞ വരദാനമാണ്. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അനുഭവിച്ചോണം, അല്ലെങ്കിൽ അതിനും ടാക്സ് കിട്ടേണ്ടി വരും. അനിയ ഈ വെള്ളം ഒന്നും നമുക്ക് പിടിക്കില്ല. മറ്റേ വെള്ളം ഉണ്ടെങ്കിൽ താ ഒന്ന് ചുണ്ടെങ്കിലും നനയ്ക്കട്ടെ. അതൊന്നും എന്റെ കയ്യിലില്ല. അനിയ കൊടുക്കില്ല എന്ന് മാത്രം പറയരുത്, ഇല്ലെന്നും പറയരുത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലില്ലാന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അനിയ 100 രൂപ തരാം. ഒരേ ഒരു തുള്ളിയെങ്കിലും താ. തലവേദന എടുത്ത് പൊട്ടുന്നനിയ, അത് കഴിച്ചോണ്ട് ഞാൻ കിടന്നോളാം. ഏയ്, ഇല്ലെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് വാങ്ങിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? 4-5 പേര് വെട്ടാൻ വന്നതാ, ജീവനും പിടിച്ചോണ്ടാ ട്രെയിനിൽ ഓടിക്കയറിയത്. ആ സമയത്ത് മദ്യം വാങ്ങാൻ ആരിൽ നിൽക്കുവോ? എന്ത് പ്രശ്നമാ? ആകെ കുഴപ്പമാണ്. എന്താന്ന് പറയാനിയാ? പ്രേമത്തിന്റെ കാര്യ, പെണ്ണിനെ അടിച്ചോണ്ട് പോയി. ആരെങ്കിലും കൊന്നിട്ടാണോ വന്നേ? കളക്ടറെ. കളക്ടർക്കും പ്രേമത്തിനും എന്താ ബന്ധം? ഉണ്ടല്ലോ. ഹേയ്, എന്താണ് അവിടെ ഇത്ര ആൾക്കൂട്ടം? ഈ ക്യൂവിൽ നിന്ന് തരുമ്പോഴേക്കും കളക്ടർ തന്നെ റിട്ടയർഡ് ആയി പോവല്ലോടാ. അളിയാ, അവനെ നമ്മുടെ കൂട്ടത്തിൽ പോലും ചേർക്കാൻ കൊള്ളില്ല. തെറ്റിപ്പിക്കാൻ വളരെ എളുപ്പമാ. ഇപ്പൊ നോക്കിയോ. ഹലോ ചേട്ടാ, എന്താ ഇത്? അല്ല, എന്താ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെള്ളോടി കേസാണോ? ഇത് കരയുന്നതാണോ ചിരിക്കുന്നതാണോ? കരഞ്ഞോണ്ടിരിക്കല്ലേ. ഹലോ, എന്താ പ്രശ്നമൊന്ന്? എന്റെ ഭാര്യ ഓടിപ്പോയടാ. പെണ്ണല്ലേ ഒളിച്ചോടിയോളൂ. കളക്ടർ എങ്ങാനാണോ വിളിച്ചോണ്ട് വന്നേ? അല്ല, ഈ കയ്യിലെന്താ ഈ ഒരു സാരിയൊക്കെ ആയിട്ട്? ഉടുത്ത സാരിയോട് ഓടിപ്പോയിന്നാ വിവരം കിട്ടിയത്. അതുകൊണ്ട് രാത്രി തന്നെ ഊരി വെപ്പിച്ചത്. ആ ദേഷ്യത്തിൽ എങ്ങനെയാ ഓടിയേ? എന്റെ മുണ്ടഴിച്ചുകൊണ്ട് പോയില്ലേ. ഇതെന്തോന്നു മനുഷ്യൻ. അതെ, അതിന് ഇവിടെയല്ല വരേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. പറ്റില്ല. ആദ്യ ഭാര്യ ഓടിപ്പോയപ്പോ ഞാൻ അവിടെയാ കംപ്ലൈന്റ് ചെയ്തത്. ഏരിയിൽ കണ്ടുപോരുത്. മച്ചാനെ കളക്ടറെ എന്തോ നാടാ ഇവിടെ ഇങ്ങനെ ഒരു കൂത്ത്. മര്യാദക്ക് വരിയിൽ നിന്നൂടെ എനിക്ക്. ആരും ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ പല തരത്തിലുള്ള റൂൾസ് ഉണ്ട്. ഇതൊന്നും അറിയാതെയാണോ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റാ. വെള്ളാരം കല്ലുകൾ ഉരുളുന്ന വേനൽ പകലിൽ എന്നെ ഗോളിയാറിലെത്തിച്ചു. അല്ല, നിന്റെ ഒരു വൃത്തികെട്ട മംഗ്ലീഷ് അല്ലടാ. ആ, ഇപ്പൊ മനസ്സിലായ? ഇവിടെ നിൽക്കുന്നേക്കാളും തിയേറ്ററിൽ പോയ ചെല്ലേ. നീ എന്ത് പറഞ്ഞിട്ടാ അയാൾ ഇങ്ങനെ ഓടുന്നേ? അളിയാ, അവ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അവനെ മനസ്സിലായി. എന്താ പറഞ്ഞ? അടുത്തൊരു തിയേറ്ററിൽ ഷക്കീലയുടെ പടം നടക്കുന്നെന്ന് പറഞ്ഞു. നമസ്കാരം സർ. കളക്ടർ സാറേ, എന്താണ്? ഞങ്ങൾ പാവങ്ങളാ. ആപ്ലിക്കേഷൻ കൊടുക്കടാ. ഇതാ സാർ. ഇതാ സാർ. എന്താണോ ഇത്? സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ കുടിവെള്ളം ഓപ്പൺ ചെയ്തത് സാറാ. അതുപോലെ തന്നെ ലൈബ്രറിയും തുറന്നത് സാറാ. ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂൾ തുറന്നത് സാറ് തന്നെയാ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ബിവറേജ് തുറന്നു തന്നെ സാർ. ഞങ്ങൾക്ക് ക്യൂ നിൽക്കാൻ പറ്റും. ബിവറേജോ? ഇതിനാണോ ഇത്രയും വലിയ കാര്യമായിട്ട് പെറ്റീഷനായിട്ട് വന്നിരിക്കുന്നത്? സാർ, ഇതെത്ര നിസ്സാര കാര്യമാണോ സാർ? ഇതിന്റെ സീരിയസ്നെസ് സാറിന് അറിയാൻ പാടില്ലാത്തോണ്ടാ. അടുത്ത ഗ്രാമത്തിൽ ഞങ്ങൾ കുടിക്കാൻ പോയാല് നാട്ടുകാരായ ഞങ്ങൾ തന്നെ കയ്യിൽ എടുത്തോണ്ടാണ് കുടിക്കുന്നത്. നീയൊക്കെ പാന്റ് ഒക്കെ ഇട്ടാണോ കുടിക്കുന്നത് പറഞ്ഞാൽ അടിക്കാണ് സാർ. അതെ സാർ. പാന്റ് ഇട്ടതിന് നിങ്ങളെ അടിച്ചെന്നോ? അതെ സാർ, പാന്റ് ഇട്ടോണ്ട് പോയതിനാ അടിച്ചത്. അവന്മാരുണ്ടല്ലേ സാർ, പാന്റ് ഊരിയപ്പം ചട്ടിയില്ലാത്തോണ്ടാ അടിച്ചത്. അത് മാത്രമല്ല സാർ, അടുത്ത സ്ഥലത്ത് പോയി സാധനം എടുത്തിട്ട് അടിച്ചിട്ട് വരുമ്പോ പോലീസുകാർ പിടിച്ചിട്ട് ഊതാനും പറയും സാർ. വലിയ കഷ്ടമായിരുന്നോ? ഗോൾഗറ്റൊക്കെ വാങ്ങിച്ചത് നിനക്കാടാ. ഞങ്ങൾക്കും ആ ഗ്രാമത്തിനും തമ്മിൽ പ്രശ്നമാവും. ഇതുകൊണ്ട് പല പ്രശ്നം ഉണ്ടാവുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ മാത്രമായി ഒരു വൈൻ ഷോപ്പ്. ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ അടുത്ത ഇലക്ഷൻ സാറിന് തന്നെ വോട്ട് ചെയ്യാം. അയ്യോ, കളക്ടറേയും പഞ്ചായത്ത് മെമ്പറേയും ഒരുപോലെയാടാ നീ കാണുന്നേ. സാർ, ചെയ്തു തരണം സാർ. ഒരു ജാഥയുടെ മുൻനിരയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മദ്യത്തിനു വേണ്ടിയുള്ള സമരക്കാരെ ഇപ്പോഴാ കാണുന്നത്. ഉടനെ ആക്ഷൻ എടുക്കാം. അടിക്കടി ഉണ്ടാവുന്ന വഴക്കിനെ തുടർന്ന് 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മദ്യഷാപ്പുകളും അടച്ചിടുവാനായി ഉത്തരവിട്ടിരിക്കുന്നു. എടാ, നമ്മൾ സ്ഥലം മാറിപ്പോയിട്ട് അമ്പലത്തിന് മുമ്പിലാണ് ഒന്ന് കിടക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ കരുതുന്നേ. നിർത്ത്. എന്റെ തരുണി മണികളെ ഒന്ന് സമാധാനിക്ക്. എന്തിനാ ഇങ്ങനെ കിടന്ന് കൂവുന്നേ? എടാ മോനെ, ഈ നാട്ടിലെ MLA ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഈ നാട്ടിലെ കൗൺസിലറിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം നീ ഒറ്റ ഒരുത്തനായിട്ട് നിന്ന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മദ്യഷാപ്പുകളും നീ അടപ്പിച്ചില്ലേ മോനെ? അയ്യോ, വിവരമെല്ലാം കൂട്ടിയെന്ന് അറിയിക്കാൻ വന്നതാ. നിങ്ങളുടെ സന്തോഷത്തിന് കാരണം ഞാനല്ല. ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ഉത്തമനാണ്. ഇവന്റെ രക്തം വീഴ്ത്തിയിട്ടാണ് ഇവിടെ എല്ലാം ശരിയായത്. ഈ ചെറിയൊരു ഗ്രാമത്തിനെ ഗുജറാത്ത് പോലെ മാറ്റി തന്നല്ലോ അനിയ. ഗുജറാത്താ?
കളക്ടർ വിവരജെല്ലാം അടച്ചതുകൊണ്ട് ഒരു പെണ്ണിന് ഫ്രണ്ടിനോട് പ്രേമം തോന്നിയെന്നോ? ഇത് അടിപൊളി കാര്യമാണല്ലോ, ഇതിലൊരു പ്രശ്നമില്ല. പ്രേമമേ ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്, അതിനുശേഷമല്ലേ പ്രശ്നമൊക്കെ. ആ. എന്താണ് ഇത്? ഇവിടെ എന്താ നീ ചെയ്യുന്നത്? ഞാൻ മുങ്ങാങ്കുഴിയിട്ട് കളിച്ചോണ്ടിരിക്കുകയാടാ. എടാ ഒരു കാര്യം പറഞ്ഞ അളിയ, ആ മല്ലികയുടെ വീട്ടിൽ ആകെ പ്രശ്നമായടാ. അളിയ ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇന്ന് കാലത്തിലാണ് നീ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അളിയ പ്രേമത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നോക്ക് മച്ചാനെ, ചായയിൽ നനഞ്ഞ പെണ്ണും പെട്ടെന്ന് കിട്ടിയ പെണ്ണും അധിക നേരം നിലനിൽക്കില്ല. എപ്പോ വേണേലും ഇട്ടിട്ട് പോവാം. സൂക്ഷിച്ചു നടന്നോ മച്ചാനെ. പെണ്ണിന്റെ മനസ്സിലെ പ്രേമവും പോലീസുകാരന്റെ കയ്യിരിക്കുന്ന തോക്കും പവർഫുള്ളാണ്. അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ. എടാ ഇനിയിപ്പോ സമയമില്ല. എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഇന്ന് രാത്രി 10 മണിക്ക് മല്ലിക വീടിനടുത്തുള്ള ആ വളവുണ്ടല്ലോ, അവിടെ ഉണ്ടാവും. നീ അവളെ കൂട്ടി വരണം. എടാ ഒന്ന് കൊണ്ടുവാടാ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് കാത്തു നിൽക്കാം. പ്ലീസ് അളിയ. എനിക്ക് പറ്റില്ലടാ. അളിയ നീ എന്റെ ഈ പ്രേമത്തിന് കൂട്ടുന്നില്ലെങ്കിൽ ഞാൻ നാളെ കാലത്ത് ജീവിച്ചിരിക്കില്ല. അളിയ ഞാനെന്താടാ നവ്യ നായരെയോ മറ്റാരെങ്കിലുമാണോ പ്രേമിച്ചത്? കണ്ണും മൂക്കും നാക്കുമൊക്കെ ഒരു പെണ്ണിനെ അല്ലേടാ. ഞാൻ അത്രമാത്രം അവളെ ഇഷ്ടപ്പെട്ടു പോയില്ലേടാ. എന്റെ പ്രേമത്തിന്റെ മണിച്ചിത്ര താഴ് അതിപ്പോ നിന്റെ കയ്യിലാടാ. എടാ പ്ലീസ് എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതേ കുളത്തില് അന്ന് നിനക്കൊരു 2 വയസ്സ് കാണും. അതെ, ഇപ്പൊ നിനക്കാണ് 2 വയസ്സ്. എന്താ പറഞ്ഞു വരുന്നത്? അന്ന് നിനക്ക് നീന്തൽ അറിയില്ലല്ലോ. മച്ചാനെ ഒന്ന് നിർത്തണം നിന്റെ പുരാണം. ആ പെണ്ണ് രാത്രി പൊക്കണം, അത്രേ പൊക്കിക്കൊണ്ടൊന്ന് പണ്ടാരോടങ്ങ. കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെ വേണോടാ അളിയ. എടാ പെണ്ണിന് നിന്നെക്കായി ഒരുപാട് പ്രായമുണ്ടല്ലോ. അതേടാ, അവക്ക് എന്നെക്കാളും 2-3 വയസ്സ് കൂടുതലാ. 2-3 വയസ്സോ? 2-3 തലമുറ വ്യത്യാസം പോലെ ഉണ്ടല്ലോടാ. പ്രണയത്തിന് വയസ്സ് പ്രധാനമല്ലടാ, മനസ്സാടാ വേണ്ടത്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ കൂട്ടിക്കൊണ്ട് വാ. ഡാ നീ അവളെ കാണുമ്പോഴേ നീ അവളുടെ അങ്ങ് മയങ്ങി പോകരുത്. അവളൊരു പെങ്ങളെ പോലെ നീ കാണണം. എന്ത്? എനിക്ക് വേറെ പെങ്ങളുണ്ട്, അടി വാങ്ങി നീ. കുഴിക്ക് കാല് നീട്ടിയിരിക്കുന്ന വയസ്സ് ഇവളെന്റെ പെങ്ങളാണ് പോലും. കുഴപ്പമില്ല, അവൾ എന്റെ കൂടെ തന്നെ ജീവിക്കും. വിധിയെ തടയാൻ പറ്റില്ലല്ലോ. മൈക്കിളായി നീ റെജീനയെ വിവാഹം ചെയ്യാൻ തയ്യാറാണോ? വായി തുറന്നു പറഞ്ഞാട്ടെ. സമ്മതമാണ്. റെജീന എന്ന് നിങ്ങൾക്ക് മൈക്കിളിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? വായിക്കിടക്കണ മുറുക്കാൻ തുപ്പിക്കളഞ്ഞിട്ട് അങ്ങോട്ട് പറ. പെട്ടെന്ന് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സ്ഥലം കാലിയാക്കും മച്ചാനെ. I love you, darling. അയ്യോ കർത്താവേ. എടാ ഇത് കല്യാണം വരേക്കും താങ്ങുമോന്ന് അറിയില്ലല്ലോടാ. അതെല്ലാം നടക്കൂടാ, നീ വാ ഇടയ്ക്ക്. അയ്യോ ഞെട്ടിച്ചു കളഞ്ഞോടാ മൈക്കിള്. അതെ, ഈ സഞ്ചി മുഴുവൻ പൈസയും സ്വർണ്ണം ഒക്കെ ഉണ്ട്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കൂട്ടിക്കൊണ്ട് പോ വേഗം. അതെ, ഒരു മിനിറ്റ് നിന്നേ. എന്റെ മോന്തക്ക് 2 പഞ്ചിട്ടേ. മുത്തശ്ശി, ഞാൻ എങ്ങനെയാ നിങ്ങളെ തല്ലുന്നത്? എന്തിനാണ് ചെറുക്ക പേടിക്കുന്നേ? എന്നെ ഇടിച്ചിട്ട് പോയല്ലേ, കാണുന്നവരോട് എനിക്ക് പറയാലോ എന്നെ 2 ഇടിച്ചിട്ട് അവളെയും കൊണ്ട് പോയതാന്ന്. ഇടിക്കടാ. എന്താ വാടാ ആലോചിക്കുന്നേ? ഇടിക്കടാ ചെറുക്ക. ഓക്കെ, അത് ശരിയാ. അയ്യാ എടാ ചെറുക്ക, ദേഷ്യത്തിൽ എങ്ങനെ ഇടിക്കണ്ടെന്ന് അറിയത്തില്ലേ? അമ്മയുടെ കുത്ത്, അപ്പന്റെ കുത്ത്, അപ്പൂപ്പന്റെ കുത്ത്, അമ്മൂമ്മയുടെ കുത്ത്, ഇങ്ങനെ ചുരുട്ടിയിട്ടത് ഇങ്ങനെ ഒരൊറ്റ ഇടി. എടാ മൈക്കിളെ, ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കാടാ. നീ എവിടെ ഉള്ളത്? താങ്ക്സ് അളിയ, ഞാൻ ക്യൂവിൽ തന്നെ ഉണ്ട്. ഇപ്പൊ വരാം. പെട്ടെന്ന് വാടാ. വെച്ചേക്കളിയാ. കഴിവുള്ള വീട്ടിൽ സൗകര്യത്തോടുകൂടി ജീവിച്ച പെണ്ണ് സിറ്റിയിൽ പോയി 2000 രൂപ വാടകയ്ക്ക് ആസ്ബറ്റോസ് ഇട്ട വീട്ടിൽ താമസിക്കാൻ പോകുന്നു. ആ വീട്ടിലാണെങ്കിൽ അവന് വേറൊരു ഫ്രണ്ട് കൂടി താമസിക്കാനുണ്ട്. മുറിയുടെ നടുക്കൊരു ചെറിയൊരു തുണി ഇട്ടിട്ടുണ്ടാവും. അതിലാണെങ്കിൽ ധാരാളം ഓട്ടകൾ. നിങ്ങൾ രണ്ടുപേരും തനിയിരിക്കുമ്പോൾ ആ ഫ്രണ്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല മോളെ, ആ ഹൗസ് ഓണർ ആണെങ്കിൽ വാടക കൊടുത്തില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കും. എടാ ചെറുക്ക, 3 മാസമായിട്ടും വാടക തരാൻ നിന്റെ കൈ കാശില്ല. നിന്നെ പോലുള്ള തെണ്ടികൾക്കല്ല ഒരു കുടുംബം, ഒരു ഭാര്യ. നാണല്ലാത്തവനെ. കൃത്യമായിട്ടും വാടക ഞാൻ തന്നോളാം. വെറുതെ ഇങ്ങനെ എന്നെ ഇട്ട് കൊല്ലല്ലേ ചേച്ചി. 1 മണിക്കൂർ സമയം താ, അതിനിടയ്ക്ക് ഞാൻ ആ കാശ് എടുത്തോണ്ട് തന്നോളാം. അമ്മച്ചിയാണ് കൊണ്ട് തരാം. ആരാ? പറയടാ മൈക്കിളെ. അളിയാ, ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നിൽക്കുക. ഒരു 20 രൂപ വരെ കുറവുണ്ടളിയാ. ഒന്ന് കൊണ്ട് തന്നിട്ട് പോടാ. അങ്ങനെയാണോ? ശരി, നിൽക്കുക, ഞാൻ വരാം. എന്താ?
ടിക്കറ്റ് എടുക്കാൻ 20 രൂപ കുറവാണ് പോലും. ഞാൻ പോയി കൊടുത്തിട്ട് വരാം കേട്ടോ. ഒരു മിനിറ്റ്. അല്ല, എനിക്കൊന്നാ ഫോൺ തരാവോ? ഇതാ വെച്ചോളൂ, ബാലൻസ് കുറവാണ്, നോക്കിക്കോണേ. യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മല്ലിക ചക്കരെ ഓവറാക്കല്ലേടാ. അവൻ എവിടെ ദൂരെ അങ്ങ് പോയി കാണത്തില്ല. എവിടെയാ നോക്കണം അവൻ. മല്ലികെ, നമ്മളെ യാത്ര അയക്കാൻ എല്ലാരും എത്തിയല്ലോ. ശരിക്കും നോക്കണം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ യാത്രയ്ക്ക് വന്ന പോലെ ഇല്ലല്ലോ. കയ്യിൽ കത്തി മുളക് വെച്ചിട്ടാ നമ്മളെ കൊല്ലാൻ വന്നാന്ന് തോന്നുന്നു. ഓടാ ഓട്. അയ്യോ മല്ലികെ, വേഗം പോ, വേഗം പോയി വണ്ടി കയറ്. ഞാനാ വിളിച്ചത്. എന്തിന്? രാത്രി ആവുന്നതിന് മുമ്പേ നേരത്തെ ഊണ് കഴിച്ച് ഉറങ്ങുന്ന ഒരു കുട്ടിയാ ഞാൻ. എനിക്ക് സുഖമാ ഇഷ്ടം. തന്റെ കൂടെ വന്ന് കൊതുകടിയേറ്റ് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് പോണ വഴിയിൽ കൊതുകിരി മാച്ചിട്ട് പോകാം. മുത്തശ്ശി! നമ്മുടെ പെണ്ണിനെ കൊണ്ട് അവൻ നിൽക്കുന്നു. എന്റെ മോന്റെ കെട്ടിൽ പോയി തെണ്ടി ആണ്ട് നിൽക്കുന്നു. ഓടിക്കോടാ, ഓട്. ഞങ്ങൾക്ക് രണ്ടുപേരുടെ ടിക്കറ്റ് എല്ലാം കൂടെ എന്തിനാ ഓടുന്നത്?